വിവാഹമോചനത്തിന് പിന്നാലെ വിഷാദ രോഗം. ഗാസിയാബാദിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി മനോരോഗ വിദഗ്ധ ജീവനൊടുക്കി. പാവം, മനോരോഗ വിദഗ്ധയെ കാണാനൊക്കെ നല്ലതാണല്ലോ. എന്തിനാണ് അങ്ങനെ ജീവനൊടുക്കിയത്? അതും മോചനത്തിന് പിന്നാലെ വിഷാദ രോഗം എന്നുള്ള ഈ ടൈറ്റിലേ. ഇവരിങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് ഈ സൈക്യാട്രിക് പ്രോബ്ലംസ്. ഇയാൾ സൈക്യാട്രിസ്റ്റ് ആയിട്ടും കാര്യമൊന്നുമില്ല. സൈക്യാട്രിസ്റ്റിന് സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടായിക്കൂടൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, ഓർത്തോ ഡോക്ടറുടെ എല്ലൊടിയത്തില്ല, അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന് പല്ലിന് അസുഖം വരത്തില്ല, അതുമല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റില്ല, സർജന്റെ ബോഡിയിൽ ആരും സർജറി ചെയ്യത്തില്ല, കാർഡിയോളജിസ്റ്റിന് അറ്റാക്ക് വരത്തില്ല എന്നല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ മനോരോഗ വിദഗ്ധയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. ഇവർ എഴുതുമ്പോൾ വിവാഹമോചനത്തിന് പിന്നാലെ വിഷാദരോഗം. ശരിക്കും അങ്ങനെ വിവാഹമോചനം കൊണ്ടല്ല വിഷാദരോഗം ഉണ്ടാകുന്നത്, അതൊരു രോഗമാണ്. അല്ലാതെ വിഷാദരോഗം കൊണ്ട് വേണമെങ്കിൽ വിവാഹമോചനമാവാം, പക്ഷേ വിവാഹമോചനം കൊണ്ട് വിഷാദ രോഗത്തിലേക്കൊന്നും പോകത്തില്ല. ഒരു താൽക്കാലികമായ ഒരു സാഡ്നെസ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാവും. പല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കും. അത് അങ്ങനെ കഴിയും. അത് ഓരോ എന്താ പറയുക, ആ കേസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. വളരെ നൈസായിട്ടൊക്കെ ഉള്ള രീതിയിലാണ്, രണ്ടുപേർക്കും വലിയ താല്പര്യമില്ലാത്ത കേസാണ്, രണ്ടുപേരും ഈസിയായിട്ട് പോകും. പിന്നെ ഒരിടത്ത് ചിലപ്പോൾ പൈസയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പൈസയുടെ രീതിയിലുള്ള വിവാഹമോചന പ്രശ്നം വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കൂടുതൽ വരും. അതിന് അടിയിൽ വിട്ടു സീനൊക്കെ അതിനൊക്കെ ട്രോമ മറ്റേ കേസൊക്കെ വരും. പിന്നെ ഒരു സൈഡിൽ ചീറ്റിംഗ് നടന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് അറിയാതിരുന്നിടത്ത് വേറൊരു ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് സാഡ്നെസ് ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഓരോ രീതിയാണെങ്കിലും ഈ തരത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിന് ശേഷം ഉണ്ടായ വിഷാദ രോഗമല്ല, അത് കുറേ നാളുകളായിട്ടുള്ള വിഷാദ രോഗമാണ്. ആ വിഷാദ രോഗം മൂലമാണ് വിവാഹമോചനവും സംഭവിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് പോയി, സൂയിസൈഡ് ടെൻഡൻസി നേരത്തെ ഉണ്ടായിരുന്നു. ഇയാൾ വിവാഹമോചിതനായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് പീഡിപ്പിച്ചെന്നോ അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും, ഭർത്താവിൻ്റെ പീഡനം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും വിവാഹമോചനം ഉണ്ടായത്. ഇവിടെ ഇത് മനസ്സിലാകത്തില്ല. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ കിടന്ന മരിച്ചെങ്കിലുള്ള അയാളുള്ള സമയത്ത് കിടത്തിന് മുകളിൽ നിർത്തി അയാൾ കൊന്നതെന്ന് വരെ പറയും. അതിനകത്ത് സ്ത്രീകളുടെ ഇത് കൊണ്ടുവരും, സ്ത്രീയുടെ അതാണ്, സ്ത്രീയാണ്, സ്ത്രീകൾക്ക് ഇതില്ല മറ്റേ പറച്ചിലെന്നൊക്കെ പറയും. അങ്ങനൊന്നുമല്ല. ഇവിടെ മാനസികരോഗങ്ങളായിട്ട് മനസ്സിലാകാതെ, അതായത് സ്ത്രീയും പുരുഷനും എന്നൊക്കെ പറഞ്ഞ് ഓരോ ഈ ജെൻഡർ ഡിസ്ക്രിമിനേറ്റഡ് മാനസികരോഗത്തിൽ പോലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതാണ് ഇവിടുത്തെ കുഴപ്പം. ഒരു അസുഖം വന്നാൽ പോലും പലപ്പോഴും സ്ത്രീകളായതുകൊണ്ട് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്ന പോലത്തെ മനുഷ്യരാണ് ഇവിടുത്തെ സ്ത്രീകൾ. എല്ലാ സ്ത്രീകളും അല്ല, കുറച്ച് സ്ത്രീകൾക്ക് പ്രശ്നമുണ്ട്, അവർക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും. ഇപ്പം ഇത് കേട്ടാൽ, ഇത് ഞാൻ സ്ത്രീ പുരുഷനായിട്ട് പറയാൻ കാരണം വെച്ചാൽ, ഇതേ സിനാരിയോ അയാൾ നിൽക്കുമ്പോൾ ആ വീട്ടിൽ നടന്നിട്ട് ഇവിടെ എഴുതി വെക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതൊക്കെ ഇയാൾ കാരണം ഭയങ്കര ഡിപ്രഷനാണ്, ഭയങ്കര എന്നെ അങ്ങ് പീഡിപ്പിച്ചതാണ്, അങ്ങനെയൊന്നുമല്ല. മരിക്കാൻ തീരുമാനിക്കുന്നത് വേറൊരു അസുഖം തന്നെയാണ്. സൂയിസൈഡ് ഒരു രോഗാവസ്ഥയാണ്. അല്ല, എല്ലാവർക്കും അത് പറ്റത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നമുണ്ട്. ഇവിടെ പ്രശ്നം ചെറുതായിരിക്കും, ചിലപ്പോൾ ചെറിയ പ്രശ്നത്തിൻ്റെ ആൾക്കാർ മരിക്കുന്നുണ്ട്. ഈ SLC പരീക്ഷ എഴുതാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ICC പരീക്ഷ എഴുതിയിട്ട് ആരെങ്കിലും മരിക്കുന്നുണ്ടോ? IAS എക്സാമിൽ തോറ്റുന്നാലും മരിക്കുന്നുണ്ട്. പക്ഷേ SLC പഠിച്ചിട്ട് തോക്കുന്ന സമയത്ത് പലരും മരിക്കുന്നുണ്ട്. എന്തിനാണ് മരിക്കുന്നത്? വീട്ടിൽ പ്രശ്നമാണ്, വീട്ടിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, മറ്റാണോ? എങ്ങനെ സ്ട്രെസ്ഫുൾ അല്ലാതിരിക്കുക വീട്? അതൊരു മാനസികരോഗമുള്ള വീടാണ്, പാരമ്പര്യമായിട്ട് പ്രശ്നമുള്ളവരായിരിക്കാം, അറിയാൻ പറ്റത്തില്ല. അപ്പോഴാണ് ആ കുട്ടി SLC എഴുതാൻ പോയത്. അതിന് ചെറിയ പ്രശ്നം കാണും. അപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള വെച്ചാൽ അന്നും ആത്മഹത്യ. സൂയിസൈഡ് ടെൻഡൻസി 10ാം ക്ലാസ്സിലില്ലെന്ന് ആരാ പറഞ്ഞു? അതിന് മുമ്പുണ്ട്, പക്ഷെ നല്ലൊരു ട്രിഗറിങ് സാധനം കിട്ടണം, അപ്പോഴേ അത് ചെയ്യത്തുള്ളൂ. ഇവരും അത് ചെയ്തുള്ളൂ. അവർക്ക് ആ വിവാഹമോചനത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേടാൻ തോന്നുക. മനസ്സിലായില്ലേ? അതാണ് ആ രോഗം. അതിന് ട്രീറ്റ്മെൻറ്റ് പുള്ളിക്കാർക്ക് എടുക്കാൻ പറ്റില്ല. പുള്ളിക്കാരി മാനസികരോഗ വിദഗ്ധയാണെന്ന് പറഞ്ഞാലും അയാളുടെ പ്രൊഫഷനാണ്. പക്ഷേ സ്വന്തം ഒരു രോഗിക്ക് രോഗമറിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് മാനസിക രോഗം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ രോഗവും രോഗി അറിയും. വേദന കൊണ്ടറിയും, ക്ഷീണം കൊണ്ടറിയും, അല്ലെങ്കിൽ കണ്ടാലറിയും. വേദന ഇല്ലെങ്കിൽ പോലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ തളർച്ച, ക്ഷീണമൊക്കെ ഛർദ്ദിക്കൊക്കെ ചെയ്ത് അറിയാമല്ലോ. പക്ഷേ മാനസിക രോഗം രോഗി അറിയത്തില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. മറ്റെന്ത് രോഗവും രോഗി മാത്രം അറിയാൻ വേണമെങ്കിൽ. മനസ്സിലായില്ലേ? വിസിബിൾ അല്ലാത്ത എന്തെങ്കിലും ഇപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിൽ ആരും അറിയും. അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ എല്ലാം പുറത്തുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാകത്തില്ല, അറിയേണ്ട കാര്യമില്ല. പക്ഷേ മാനസിക രോഗം എന്ന് പറയുന്നത് ഈ രോഗി മാത്രം അറിയത്തില്ല, അയാൾക്ക് പ്രശ്നമുണ്ട്. പക്ഷേ നാട്ടുകാർക്കെല്ലാം മനസ്സിലാവും. അതാണ് മാനസിക രോഗവും ശാരീരിക രോഗവും തമ്മിലുള്ള ഒരേ വ്യത്യാസം. ആ ഡിസബിലിറ്റി ആണെങ്കിലും ഡിസോർഡർ ആണെങ്കിലും അറിയത്തില്ല. മെൻ്റൽ ഡിസബിലിറ്റീസും ഡിസോർഡേഴ്സ് ആർക്കും അറിയത്തില്ല, മനസ്സിലാകുന്ന പോലും. ഇപ്പോഴും എന്തെല്ലാം കേസുകളുണ്ടായിട്ടും ഇവിടെ ഈ നാട്ടിലൊന്നും മനസ്സിലായിട്ടില്ല. പുറത്തൊക്കെ ഉള്ളവർക്കും ഡെവലപ്ഡ് കൺട്രീസിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല എഡ്യൂക്കേഷൻ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കെല്ലാം പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പരാജയമായതുകൊണ്ട് പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും ഈ കയ്യിലേക്ക് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ബസ്സിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നവർ, തുണിയിലാണ് നടക്കുന്നവർ, അല്ലെങ്കിൽ എന്താ പറയുക, പബ്ലിക് മാസ്റ്റർബേഷൻ കയറി മുട്ടിൽ നട്ടിലൊക്കെ ഒരു ഹോർമോൺ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു മാനസിക പ്രശ്നമാണ്, അവർക്ക് ചികിത്സയാണ് വേണ്ടത്, അവർ പാവങ്ങളാണ്, അവർ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലായിടത്തും അറിയും. കാരണം എന്താ? അവരുടെ ആ എഡ്യൂക്കേഷൻ്റെ ഒരു കുഴപ്പം അതിനകത്തുണ്ട്. അവർക്ക് ഈ തെറി വിളിക്കുന്നവരുടെ എഡ്യൂക്കേഷൻ വളരെ മോശം. ആ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ ഒരു ടൈറ്റിൽ ഇടുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് വിവാഹമോചനത്തിന് ശേഷം, അതിനെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അയാൾ വിവാഹമോചനത്തിന് ശേഷമൊന്നുമല്ല, മനോരോഗ വിദഗ്ധ ആത്മഹത്യ ചെയ്തു, വെള്ളത്തിന് മുകളിൽ ചാടി എന്നുള്ളത് മതി. അതിൻ്റെ അപ്പുറത്തോട്ട് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കേണ്ട ആവശ്യമില്ല.
അയാളെ ട്രിഗർ ചെയ്ത ആൾ അയാളാണെന്ന് അതും അറിയണ്ട. അല്ലേ പിന്നെ ട്രിഗർ ചെയ്യുന്ന ആൾക്ക് അറിയണമായിരുന്നു നേരത്തെ ഇയാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതാണെന്നും അയാൾ ട്രിഗർ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് പ്രത്യേകം വന്ന് ട്രിഗർ ചെയ്ത് ആളെ കൊന്നാണെങ്കിൽ ആത്മഹത്യ പ്രേരണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ എന്താ പറയുക, നമ്മുടെ ഒരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് മരിച്ചില്ലേ, അപ്പോൾ ഒരു പി സിന്ധു എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു ഇടതുപക്ഷ ഒരു പാർട്ടി പ്രവർത്തകയെ അവരെന്തോ പൊസിഷനിലുള്ളവരാന്ന് തോന്നുന്നു, പഞ്ചായത്ത് പ്രസിഡന്റോ എന്തോ ആണ്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആ പുള്ളിക്കാരി എല്ലാവരും കൊല്ലാൻ ഇറങ്ങിയില്ലേ, അവരങ്ങനെ വന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അയാൾ മരിച്ചതെന്നൊക്കെ പറയും. അത് ഓക്കെയാ, അവർ ആരോപണം ഉന്നയിക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് ആ കാരണം അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ ചെയ്യത്തില്ല. ഇയാൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ചാവും, ആത്മഹത്യ കളയെന്ന് പറയുന്നതാണ് ആരും ഒന്നും പറയത്തില്ല അവരോട്. പക്ഷെ ഇത് അറിയണ്ടേ, രോഗിക്കും അറിയത്തില്ല, അല്ല അയാൾ പറയും. ഇയാൾ എന്തൊക്കെ അറിയത്തില്ല, കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. അവരും ഈ പറഞ്ഞ ബസ്സേ പോയവരും പിടിക്കുന്നവനൊക്കെ എന്തോ അസുഖം, തല്ലണം, അവനെ അടിക്കണം, തുളിക്കണം എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ അവരെ ഇതെന്നല്ല ഞാൻ പറഞ്ഞത്, അതേ അവസ്ഥയുള്ളവരുടെ വീട്ടിൽ പോലും മറ്റൊരാളുടെ അവസ്ഥയിൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതാണ് മാനസിക പ്രശ്നം. അതിനകത്തിപ്പോൾ ഡോക്ടറാണോ, ആ ഡോക്ടറുടെ ഡെസിഗ്നേഷൻ ഇട്ടതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർ പറയുന്ന രീതി ശരിയല്ല. വിവാഹമോചനത്തിന് ശേഷമാണ് ഡിപ്രഷൻ, അങ്ങനെ അതല്ലത്. സൂയിസൈഡ് ടെൻഡൻസി നേരത്തെ ഉണ്ട്. പിന്നെ വിവാഹമോചനം കൊണ്ടൊന്നും ഒരാളങ്ങ് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ വിവാഹമോചനത്തിലെത്തി അത്ര. പിന്നെ ഒരു കാര്യമുണ്ട്, ഭർത്താവ് വളരെ മോശമായിരുന്നു, ടോക്സിക് ആയിരുന്നു, മറ്റേ ഇമോഷണലി അവൈലബിൾ അല്ലായിരുന്നു, പിന്നെ ഗാർഹിക പീഡനം മറ്റു മറിച്ചൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിയാണ്, അതിനകത്തുനിന്നൊക്കെ പോയി വന്ന് രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആത്മഹത്യയുടെ ആവശ്യം വരുന്നില്ലേ? ശരിയാണല്ലോ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവർ പിന്നെ ജീവിതത്തിലേക്ക് സന്തോഷമായിട്ട് പിന്നെ അങ്ങ് പൊളിക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ സീന ചുമ്മാ അടിച്ചു പൊളിച്ച് നടക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അതല്ല വിഷയം. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം കൂടിയിട്ടെങ്ങാണ്ട് ഡിവോഴ്സിലെത്തിയിട്ട് പിന്നെ ആത്മഹത്യ ചെയ്തത്. എന്തായാലും നന്നായി ഡിവോഴ്സ് ചെയ്തത്, ഇല്ലാതെ അവൻ്റെ അല്ലേ ഈ മരണമൊക്കെ. അയാളെ ജയിലിലും പിടിച്ചിട്ട് നിയമാർ പോലീസൊക്കെ കൂടെ, കോടതിയൊക്കെ എന്ത് കേൾക്കുമോ പറഞ്ഞാൽ പിന്നെ പെണ്ണാ മരിച്ചേക്കുന്നതെന്ന് പറയും. അങ്ങനല്ല, ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കണം. ഞാനല്ലേ ഈ ആത്മഹത്യ എല്ലാം മാനസിക രോഗമാണ്. ആ രോഗാവസ്ഥയാണ്. ഇപ്പോൾ ക്യാൻസർ ഒന്നിനാൾ മരിച്ചാൽ അയാളുടെ ഭർത്താവിനെ കൊണ്ട് ജയിലിടുന്ന പോലെ ഉള്ളൂ സൂയിസൈഡ് ചെയ്യുന്നത്. സ്വയം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാലും എല്ലാം പിന്നെ അതുപോലെ ടോർച്ചർ ചെയ്ത് അത് മനസ്സിലായോ? വേറെ ജീവിക്കാൻ രക്ഷയില്ല, രക്ഷപ്പെടാൻ പോലും മാർഗ്ഗമില്ലാത്തൊരു അവസ്ഥയെ ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ്. പിന്നെ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടെന്ന് അറിയാതെ പോകുന്ന ആൾക്കാർ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരെയും കുറ്റം പറയാനില്ല. പിന്നെ അറിഞ്ഞിട്ട് എനിക്കറിയാം ഇപ്പോൾ ചിലർ ട്രിഗർ ചെയ്യാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇവരോട് ഇടപെടണം അങ്ങനെയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് അങ്ങനെ ഇടപെട്ട് മനഃപൂർവ്വം അവരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് പ്രേരണയാണ്. അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, മറ്റേ അറിയത്തൊന്നും ഇല്ല ചെയ്യുന്നിട്ട് ഇവർ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇതിന് ഉത്തരം പറയണം എന്ന് ഒരു എന്താ പറയുക റിട്ടയർമെൻറ്റ് വേദിയിൽ ഒരു പാർട്ടി പ്രവർത്തക വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് അവർക്കറിയത്തില്ലല്ലോ. അവരോടാണെങ്കിൽ അവരിത് ആലോചിക്കത്തില്ല. ആർക്കാണ് ഇതിപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഞാൻ പോയി മരിക്കൂ. ബസ് ചേർത്തിന് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി അതിൻ്റെ വീഡിയോ വന്ന് അത് കഴിഞ്ഞ് വന്നു, അതിന് മുമ്പ് ലക്ഷക്കണക്കിന് വീഡിയോ കിടക്കുക. പക്ഷേ ഒരാൾ ആത്മഹത്യ ചെയ്തു. ആരുടെ കുഴപ്പം? അതാ വീഡിയോ എടുത്ത ആളുടെ കുഴപ്പമില്ല, ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരുത്തൻ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരാണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കാണുന്ന നേരത്തെ അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവരുടെ വീട്ടുകാരൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം നിർബന്ധമൊന്നുമില്ല. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, അങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തു. അതാണ് റീസൺ. ഇനി പഠനത്തിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇപ്പം എനിക്ക് സൗകര്യമില്ല.